നമസ്കാരം. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി മരിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട ശേഷം മോഹൻലാൽ ലോകം അമ്മ ശാന്തകുമാരിയായിരുന്നു. ആദ്യം താരത്തിന് നഷ്ടപ്പെട്ടത് സഹോദരൻ പ്യാരിലാലിനെ ആയിരുന്നു. 2000-ലാണ് പ്യാരിലാൽ അന്തരിച്ചത്. അന്ന് 40 വയസ്സ് മാത്രമായിരുന്നു മോഹൻലാലിന്റെ പ്രായം. 7 വർഷങ്ങൾക്കിപ്പുറം അച്ഛൻ വിശ്വനാഥൻ നായരെയും നഷ്ടപ്പെട്ടു. 80-ാം വയസ്സിലാണ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ മരിക്കുന്നത്. പിന്നീട് അമ്മയ്ക്കും ലാലിന് അമ്മയും എന്ന രീതിയിലായിരുന്നു ഇരുവരും ജീവിച്ചിരുന്നത്. ഒരു അമ്മയ്ക്ക് ജീവിതത്തിലും അവരുടെ അന്ത്യയാത്രയിലും നൽകാവുന്ന ഏറ്റവും വലിയ സ്നേഹവും ബഹുമതിയും നൽകിയാണ് മോഹൻലാൽ അമ്മ ശാന്തകുമാരി അമ്മയെ യാത്രയാക്കിയത്. 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നതും മോഹൻലാലും അമ്മയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന വീഡിയോകളായിരുന്നു. അമ്മയുടെ വേർപാടോടെ ജീവന്റെ പാതി നഷ്ടപ്പെട്ടതുപോലെയാണ് മഹാനടന്. മൃതദേഹത്തിലേക്ക് ഇമചിമ്മാതെ നോക്കി ശാന്തനായി നിൽക്കുന്ന മോഹൻലാലിനെ കാണുമ്പോൾ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവരുടെ എല്ലാം കണ്ണുകൾ ഈറനണിയിക്കുന്നതായിരുന്നു. ഇപ്പോഴിതാ മോഹൻലാലിന്റെ അമ്മയുടെ മരണശേഷം നടന്റെ വീട്ടിൽ സിനിമാ രംഗത്തെ ചിലർ ദുഃഖം അഭിനയിച്ചെന്ന് പറയുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. മോഹൻലാലിനെ പ്രീതിപ്പെടുത്താൻ ചിലർ കാണിച്ച പ്രകടനങ്ങൾ കാണേണ്ടതായിരുന്നു. ഞാൻ ആ അമ്മയെ കണ്ട് 3-4 മിനിറ്റിനുള്ളിൽ മടങ്ങി. എനിക്ക് ചിലർ അയച്ചു തന്ന ക്ലിപ്പിങ്ങുകൾ കണ്ടു. ഒരു ഡേറ്റിനായി മോഹൻലാൽ കാണാനായി ചിലർ നടത്തിയ പ്രകടനങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ കാട്ടിയിരുന്നെങ്കിൽ മോഹൻലാലിനും മുകളിലെത്തിയേനെ. അത്ര അഭിനയമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് പുച്ഛം തോന്നി. വർഷങ്ങളോളം രോഗശൈലിയിലായ അമ്മ, 90 വയസ്സ് വരെ അന്തസ്സായി ജീവിച്ച അമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹം പരിലാളനങ്ങളുടെ 100 ഇരട്ടി നൽകിയ മകനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് അമ്മയ്ക്ക് തോന്നിക്കാണും. അതുകൊണ്ടാകും സ്വർഗവാതിൽ ഏകാദശിക്ക് ആ അമ്മ വിട പറഞ്ഞു പോയത്. എനിക്കിനി ആരുമില്ല എന്ന വേദന ആ മനസ്സിലുണ്ടാകാമെങ്കിലും നറുപുഞ്ചിരിയോടെ സമചിത്തതയോടെ അമ്മയുടെ തലയ്ക്കൽ നിന്നു. അവിടെയാണ് ഓരോരുത്തരുടെയും ദുഃഖാഭിനയം. അയാളെ ബോധ്യപ്പെടുത്താൻ മത്സരിക്കുകയായിരുന്നു അവിടെ ചിലർ. കണ്ണടയും വെച്ച് പ്രണവിനെ അവന്റെ വീട്ടിൽ തന്നെ പിടിച്ചിരുത്തുന്നത് എനിക്ക് വീഡിയോയിൽ കാണേണ്ടി വന്നു. ശ്രീനിവാസൻ മരിച്ചതിനാൽ ഇനി അഭിനയിക്കാനൊന്നും വിളിക്കില്ല. അദ്ദേഹം പോയില്ലേ? മരിച്ചപ്പോൾ ചെല്ലേണ്ട ചിലർ ചെന്നില്ല. സുരേഷ് ഗോപി ശ്രീനിവാസിനെ വീട്ടിലെത്തി. കുഴിമാടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. മോഹൻലാലിന്റെ അമ്മ മരിച്ചത് അറിയേണ്ട താമസം ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഓടിയും കിതച്ചും കാറിലും വിമാനത്തിലുമൊക്കെ അച്ചിയെയും കൂട്ടിയെത്തി. മോഹൻലാൽ കാണാനാണ് കുടുംബസമേതം എത്തിയത്. ഇതാണ് സിനിമ. അപ്പോൾ കാണുന്നവനെ കാര്യസാധ്യത്തിന് അപ്പ എന്ന് വിളിക്കും. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരുടെ ബന്ധുക്കൾ മരിക്കുമ്പോഴാണ് ഇത്തരം അഭ്യാസങ്ങൾ കാണാനാകുകയെന്നും ശാന്തിവിള ദിനേശ് തുറന്നടിച്ചു. തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം തന്നെ ഒരമ്മയ്ക്ക് ജീവിതത്തിലും അവരുടെ അന്ത്യയാത്രയിലും നൽകാവുന്ന ഏറ്റവും വലിയ സ്നേഹവും ബഹുമതിയും നൽകിയാണ് മോഹൻലാൽ അമ്മ ശാന്തകുമാരി അമ്മയെ യാത്രയാക്കിയത്. 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നതും മോഹൻലാലും അമ്മയും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന വീഡിയോകൾ തന്നെയായിരുന്നു. അമ്മയുടെ വേർപാടോടെ ജീവന്റെ പാതി നഷ്ടപ്പെട്ടതുപോലെയാണ് മോഹൻലാലിനുള്ളത്. മൃതദേഹത്തിലേക്ക് ഇമചുമാതെ നോക്കി ശാന്തനായി നിൽക്കുന്ന മോഹൻലാലിനെ കാണുമ്പോൾ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവരുടെയെല്ലാം കണ്ണുകൾ ഈറനണിയിക്കും. കഴിഞ്ഞൊരു മാസക്കാലമായി ശാന്തകുമാരിയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. അതിനാൽ തന്നെ എല്ലാ തിരക്കുകൾക്കിടയിലും അമ്മയുടെ അടുത്തേക്ക് ഇടയ്ക്കിടെ മോഹൻലാൽ ഓടിയെത്തുമായിരുന്നു. കൊച്ചി എളമക്കരയിലെ വസതിയിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. മരണവും അവിടെ വെച്ചായിരുന്നു. അസുഖബാധിതയായ ശേഷം ചികിത്സയ്ക്കുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അമ്മയെ മോഹൻലാൽ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. 10 വർഷത്തിലേറെയായി ശാന്തകുമാരി കിടപ്പിലാണ്. സംസാരശേഷിയും നഷ്ടപ്പെട്ടിരുന്നു. പക്ഷാഘാതമായിരുന്നു. പിന്നീട് അത് വിവിധ അസുഖങ്ങളും അവശതകളുമായി മാറി. സ്വദേശം പത്തനംതിട്ടയിലാണെങ്കിൽ കൂടിയും അച്ഛൻ വിശ്വനാഥന് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി തിരുവനന്തപുരത്ത് എത്തിയ ശേഷം അവിടുത്തുകാരായി മോഹൻലാലും കുടുംബവും മാറി. പഠനവും സിനിമാ ജീവിതത്തിന്റെ തുടക്കവും എല്ലാം തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. കുടുംബ വീടും തിരുവനന്തപുരത്താണ്. അസുഖബാധിതയാകുന്നതിന് മുമ്പ് അമ്മയും തിരുവനന്തപുരത്തായിരുന്നു താമസിച്ചിരുന്നത്. അതിനാൽ തന്നെ അമ്മയ്ക്ക് അന്ത്യവിശ്രമത്തിന് വേണ്ടതെല്ലാം മോഹൻലാൽ ചെയ്തതും തിരുവനന്തപുരത്താണ്. കൊച്ചിയിലെ വീട്ടിൽ സിനിമാക്കാർക്കും പ്രിയപ്പെട്ടവർക്കുമായി പൊതുദർശനം ഒരുക്കിയിരുന്നു. ശേഷമാണ് രാത്രി വൈകി തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോയതും അമ്മയുടെ ആഗ്രഹം പോലെ അച്ഛന്റെയും ജ്യേഷ്ഠന്റെയും സമീപത്തായി ചിതയൊരുക്കിയതും. കൊച്ചിയിൽ നടന്ന പൊതുദർശനത്തിന്റെയും തിരുവനന്തപുരത്ത് നടന്ന സംസ്കാര ചടങ്ങുകളുടെയും വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി വൈറലായിരുന്നു. സെലിബ്രിറ്റികൾക്ക് സ്വകാര്യത എന്നത് വേണ്ടപ്പെട്ടവർ വിട്ടുപോകുമ്പോൾ പോലും ലഭിക്കില്ലെന്നത് വീണ്ടും വ്യക്തമാകുന്നതായിരുന്നു ശാന്തകുമാരിയുടെ സംസ്കാര ചടങ്ങിൽ നിന്നുള്ള വീഡിയോകൾ. അമ്മയുടെ ശരീരവുമായി ചടങ്ങുകൾക്കായി പുറത്തിറങ്ങിയ നടനെ മീഡിയയും ജനവും വളഞ്ഞിരുന്നു. ആകെ ബഹളവും തിക്കും തിരക്കും. സമാധാനപരമായ ചടങ്ങുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥ. മകനെന്ന കടമകൾ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തോട്ടെ, അതിനായി അനുവദിക്കുമെന്ന് അവസാനം മോഹൻലാലിന് അഭ്യർത്ഥിക്കേണ്ടി വന്നു. പ്രിയ നടനോട് എന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മയോടും അമ്മയെയും സ്നേഹിക്കുന്നവരാണ് മലയാളികൾ. ആ സ്നേഹം കൊണ്ട് അവസാനമായി ശാന്തകുമാരിയെ കാണാൻ എത്തിയവരും മോഹൻലാൽ എന്ന സ്റ്റാറിനെ ഒരു നോക്ക് കാണാൻ കിട്ടുന്ന അവസരമെന്ന് കരുതി തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നവരും അന്ന് ചടങ്ങിനെത്തിയ ജനവാലിയിൽ ഉണ്ടായിരുന്നു. മോഹൻലാലും മകൻ പ്രണവും ചേർന്നാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. അച്ചമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് പ്രണവും സഹോദരി വിസ്മയും ഓടിയെത്തിയിരുന്നു. എല്ലാത്തിനും താരകുടുംബത്തിന് സഹായവുമായി ആന്റണി പെരുമ്പാവൂരും ഉണ്ടായിരുന്നു. മൂത്ത മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദന എല്ലാ സൗഭാഗ്യങ്ങൾക്കിടയിലും ശാന്തകുമാരിയെ അലട്ടിയിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനോട് അളവില്ലാത്ത സ്നേഹം അമ്മയ്ക്കുണ്ടായിരുന്നതും. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ശാന്തകുമാരി സംസാരിക്കാതെയായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും എത്ര ദൂരെയാണെങ്കിലും അമ്മയെ തേടി നടന്റെ കോളെത്തും. അമ്മ മറുപടി ഒന്നും പറയില്ലെന്ന് അറിയാമെങ്കിലും എല്ലാ വിശേഷങ്ങളും അമ്മയുമായി പങ്കുവെക്കും. പ്രതികരിക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അമ്മ എല്ലാം അറിയുന്നുണ്ടെന്നാണ് ലാലേട്ടൻ പറയാറ്. അമ്മയുടെ കഴിഞ്ഞ പിറന്നാൾ കൊച്ചിയിൽ സഹകുടുംബം മോഹൻലാൽ ആഘോഷിച്ചിരുന്നു. അവസാനമായി ശാന്തകുമാരിയുടെ ഒരു ഫോട്ടോ പുറത്തു വന്നതും അന്ന് തന്നെയാണ്. അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് അമ്മ ശാന്തകുമാരിയുടെ മൃതദേഹത്തിന് സമീപം പുഞ്ചിരി തൂക്കി നിൽക്കുന്ന മകൻ മോഹൻലാലിന്റെ വീഡിയോകളും ഫോട്ടോസുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കമന്റായും കുറിപ്പായും വീഡിയോയുമായും എല്ലാം പങ്കുവച്ചിരുന്നു. അക്കൂട്ടത്തിൽ ശ്രദ്ധ നേടിയത് മുൻ ബിഗ് ബോസ് താരം മത്സരാർത്ഥി കൂടിയായ സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളായിരുന്നു. അമ്മയുടെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് ചിരിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മകൻ എന്ന രീതിയിൽ മോഹൻലാൽ സക്സസ്ഫുൾ ആയതുകൊണ്ടാണെന്നാണ് സായി കൃഷ്ണ പറഞ്ഞത്. ലാലേട്ടൻ്റെ അമ്മ അന്തരിച്ച ദിവസം മമ്മൂക്ക പങ്കുവച്ച ഫോട്ടോ വളരെ ഹൃദയത്തിൽ തൊടുന്നതായിരുന്നു. ആ ഫോട്ടോ കാണുമ്പോൾ എൻ്റെ അമ്മയുടെ തോളിൽ അങ്ങനെ ചാരിക്കിടക്കാൻ എൻ്റെയും മനസ്സ് ആഗ്രഹിച്ചു പോയി. എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഞാൻ ബിഗ് ബോസിൽ വെച്ച് തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറിയെങ്കിലും ഒരു പ്രായം വരെ അമ്മയെ കെട്ടിപ്പിടിക്കാനും ഒപ്പം കിടക്കാനും ഉമ്മ വയ്ക്കാനും എല്ലാം എനിക്ക് പറ്റിയിരുന്നു. ഒരു പ്രായം കഴിഞ്ഞ ശേഷം എനിക്ക് അതിന് പറ്റിയിട്ടില്ല. ഭാവിയിൽ മാറുമായിരിക്കും. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെയും അമ്മയുടെയും ഫോട്ടോ കണ്ടപ്പോൾ ടച്ചിങ് ആയി തോന്നി. അമ്മയുടെ പൊതുദർശന ചടങ്ങ് നടക്കുമ്പോൾ ലാലേട്ടൻ ചിരിച്ചു നിൽക്കുന്ന ചില ഫോട്ടോകളും വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും താരമാണ് അമ്മയുടെ മൃതദേഹത്തിനരികിൽ ചിരിച്ചുകൊണ്ട് നിന്നിരുന്നതെങ്കിൽ ജനങ്ങൾ വലിച്ചു കയറിയിട്ടുണ്ടാകും. സ്ക്രീനിൽ അഭിനയിക്കുമെങ്കിലും ജീവിതത്തിൽ മോഹൻലാൽ അഭിനയിക്കാറില്ലെന്നതിൻ്റെ തെളിവാണ് ആ വീഡിയോകൾ. ആ ചിരി കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ചിന്തയുണ്ട്. അതാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അമ്മ ലാലേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി എപ്പോഴും സമയം കണ്ടെത്തിയിരുന്ന ആളാണ്. അമ്മയുടെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് ചിരിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മകൻ എന്ന രീതിയിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയതുകൊണ്ടാണ്. റിഗ്രറ്റ് അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അമ്മയ്ക്ക് വേണ്ടി ഒരു മകൻ എന്തെല്ലാം ആകണമോ അതെല്ലാം ആ മനുഷ്യനായിട്ടുണ്ട്. അമ്മ അത്രത്തോളം മകനെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാലേട്ടനും അഭിമാനിക്കാം. അതുപോലെ ഇത്തരം സാഹചര്യങ്ങളിൽ പെടുന്ന സിനിമാക്കാരുടെ അവസ്ഥയും ഇഷ്ടമാണ്. നാച്ചുറലായി അവർക്ക് നൽകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ലാലേട്ടനും മമ്മൂക്കയ്ക്കും പ്രൈവസി ഇല്ലാത്ത അവസ്ഥയാണ്. ഉള്ളു വിങ്ങി പൊട്ടുന്നുണ്ടാകും. എന്നിട്ടും ആളുകൾ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതാവും. ചില വീഡിയോകളിൽ എല്ലാം നഷ്ടപ്പെട്ടയാളെ പോലെ അദ്ദേഹം നിൽക്കുന്നത് കണ്ടു. മീഡിയക്കാരും പാലിക്കേണ്ട കാര്യങ്ങൾ ചില സമയത്ത് പാലിച്ചിട്ടില്ല. വീഡിയോകൾക്ക് നൽകുന്ന ക്യാപ്ഷനുകളും മോശമാണ് പലപ്പോഴും. അമ്മ മരിച്ചു കിടക്കുമ്പോൾ ലാലേട്ടൻ ചിരിച്ച് മോസ്റ്റ് സക്സസ്ഫുൾ സണ്ണിൻ്റെയും മോസ്റ്റ് സക്സസ്ഫുൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും ചിരിയാണ് എന്നാണ് സായി കൃഷ്ണ പറഞ്ഞത്. കഴിഞ്ഞ 14 വർഷത്തോളമായി ശാന്തകുമാരി കിടപ്പിലായിരുന്നു. പക്ഷാഘാതം സംഭവിച്ച ശേഷമാണ് ശാന്തകുമാരിയുടെ ശാരീരികാവസ്ഥ കൂടുതൽ മോശമായി മാറിയത്. എവിടെയായിരുന്നാലും അമ്മയ്ക്ക് അരികിലേക്ക് വരാനും ഒപ്പം സമയം ചിലവഴിക്കാനും മോഹൻലാൽ എന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു.